ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന് വന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ട്രിപ്പ് ഹാസ് ദ പോയിറ്റ് റെഫേർഡ് ടു ആൻഡ് വൈ ഈസ് ഇറ്റ് ഫിയർഫുൾ? ഇവിടെ ഏത് ട്രിപ്പിനെയാണ് പോയിറ്റ് റെഫർ ചെയ്യുന്നത്, അത് ഫിയർഫുൾ ആണെന്ന് പറയാൻ കാരണം എന്ത്? ഇവിടെ റെഫർ ചെയ്യുന്ന ട്രിപ്പ് ഏതാണ്? അമേരിക്കൻ സിവിൽ വാറാണ്. അതിനെ ഫിയർഫുൾ എന്ന് പറയാൻ കാരണം ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, സാക്രിഫൈസസ്, ഡെത്ത്, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് സഫറിങ്സ്, സ്ട്രഗിള്, കാര്യങ്ങൾ, പിന്നെ ഒരു ഹൊറർഫുള്ളായിരുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഫിയർഫുൾ. ആൻഡ് ഇവിടെ റെഫർ ചെയ്യുന്ന ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് അമേരിക്കൻ സിവിൽ വാറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പ്രൈസ് ആൻഡ് വൈ വർ ദ പീപ്പിൾ എക്സൾട്ടിങ്? ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? സോ ആഫ്റ്റർ എ ലോങ് ബാറ്റിൽ ദ അമേരിക്ക യൂണിയൻ വോൺ ദ ബാറ്റിൽ, അല്ലേ? അമേരിക്ക സിവിൽ വാർ ജയിച്ചു എന്ന് പറയുന്നത് ഇനിയാണ് ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സൾട്ടിൻ്റെ മീനിങ് എന്താണ്? സെലിബ്രേഷൻ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് വിക്ടറി കൊണ്ടാണ് ദ പീപ്പിൾ ആർ സെലിബ്രേറ്റിംഗ്. ഓക്കെ, പീപ്പിൾ ആർ എക്സൾട്ടിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രിം ആൻഡ് ഡയറിങ്? ഇവിടെ ഗ്രിമ്മും ഡയറിങ് എന്നും പറയാൻ കാരണം എന്ത്? ഗ്രിം എന്ന് പറഞ്ഞാൽ എന്താ? സീരിയസ് ആണ്. സോ ഇറ്റ് ഷോസ് ദ സീരിയസ്നെസ് ഓഫ് ദ അമേരിക്കൻ സിവിൽ വാർ. അമേരിക്കൻ സിവിൽ വാർ എത്രത്തോളം സീരിയസ് ആണ്, എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണ്, അത് ആ ഒരു സീരിയസ്നെസ്സാണ് ഈ ഒരു ഗ്രിം എന്നുകൊണ്ട് കാണിക്കുന്നത്. അതേസമയം ഡയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ധൈര്യമാണ്, കറേജ്, ബ്രാവറി ഷോഡ് ബൈ ദ പീപ്പിൾ, അതൊക്കെയാണ് ആ ഒരു ഡയർ കാണിക്കുന്നത്. ഓക്കെ, സോ ഗ്രിം ഷോസ് ദ സീരിയസ്നെസ് ആൻഡ് ഡയർ ഷോസ് ദ കറേജ് ഓർ ബ്രാവറി. നെക്സ്റ്റ്, വൈ ഡു യു തിങ്ക് ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് ദിസ് വേർഡ്? പോയിറ്റ് എന്തിനാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്? അതിൻ്റെ ഇൻറ്റൻസിറ്റി കാണിക്കാൻ, അതായത് എത്രത്തോളം സീരിയസ് ആയിരുന്നു വാർ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കാണിക്കാൻ, അതുപോലെ തന്നെ എത്രത്തോളം കറേജിയസ് ആയിട്ടുള്ളൊരു ആക്റ്റ് ആയിരുന്നു അത് എന്ന ആ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കാനാണ് പോയിറ്റ് യൂസ് ദിസ് വേർഡ്സ്. ദെൻ എക്സ്പ്ലെയിൻ ദ മെറ്റഫർ ഓഫ് ദ ഷിപ്പ് ആൻഡ് ക്യാപ്റ്റൻ. നമുക്കറിയാം ഷിപ്പും ക്യാപ്റ്റനും മെറ്റഫറാണ്. വാട്ട് യു മെൻ ബൈ മെറ്റഫർ? വെൻ വി കമ്പയർ ടു തിങ്സ് എക്സാക്ട്ലി ആസ് ദേ ആർ, അതിനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതാണ് മെറ്റഫർ. അപ്പോൾ ഇവിടെ മെറ്റഫർ, ഷിപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അമേരിക്കയാണ്. ദെൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരാണ്? എബ്രഹാം ലിങ്കൻ ആണ്. ഓക്കെ, ഷിപ്പ് എന്ന് പറയുന്നത് അമേരിക്കയും ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരാണ്? എബ്രഹാം ലിങ്കനുമാണ്. ഇതാണ് ഇവിടുത്തെ മെറ്റഫേഴ്സ്. Then bring out the essence of the first 4 lines of the second stanza. Second stanza first 4 lines. Second stanza ഈ ഒരു സെക്ഷനിൽ ഫസ്റ്റ് 4 lines ഏതാ? My captain does not answer. His lips are pale and still. My father does not feel my arm. He has no pulse nor will. അപ്പോൾ ആ ഒരു ഫസ്റ്റ് 4 ലൈൻസിൻ്റെ എസെൻസ് എന്താണ് പറയുന്നത്? മൈ ക്യാപ്റ്റൻ ഡസ് നോട്ട് ആൻസർ. സോ ഇറ്റ് ഷോസ് ദ അസാസിനേഷൻ ഓഫ് എബ്രഹാം ലിങ്കൻ്റെ ഡെത്ത്, മരണം, കൊല ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹിസ് ലിപ്സ് ആർ പെയിൽ ആൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഹീസ് ഓൾറെഡി ഡെഡ് എന്നാണ്. ഡസ് നോട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം പറയുന്നില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ ആൻസർ അർത്ഥം എന്താണ്? മരിച്ചു കഴിഞ്ഞു. മൈ ഫാദർ ഡസ് നോട്ട് ഫീൽ മൈ ആം. ഈ ഒരു ഫാദർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് ദ ലവ് ഓഫ് ദ സെയിലർ ടുവേർഡ്സ് ദിസ് എബ്രഹാം ലിങ്കനാണ് ഇവിടെ കാണിക്കുന്നത്. ഹി ഹാസ് നോ പൾസ് നോർ വിൽ. നോ പൾസ്, നാടിയെടുപ്പില്ല എന്ന് പറയുമ്പോൾ അതും കാണിക്കുന്നത് എന്താണ്? ഡെത്ത് ഓഫ് എബ്രഹാം ലിങ്കനാണ്. സോ ഈ ലൈനിലൊക്കെ നമ്മൾ എന്താണ് കാണുന്നത്? ഡെത്ത് ഓഫ് എബ്രഹാം ലിങ്കനാണ്. ഓക്കെ, ദെൻ വാട്ട് കൺക്ലൂഷൻ ക്യാൻ വി ഡിറൈവ് ഫ്രം ദ പോയിറ്റ്സ് റെഫറൻസ് എബ്രഹാം ലിങ്കൻ ആസ് ഫാദർ? ഇവിടെ എബ്രഹാം ലിങ്കൻ്റെ ഫാദർ എന്ന് പറയുമ്പോൾ എന്ത് റെഫറൻസാണ് നമുക്ക് കാണുന്നത്? നമുക്കറിയാം ഫാദർലി ഫിഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസ്, ഫാദർ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണല്ലേ. ഫാമിലിയിലാണെങ്കിലും നമ്മൾ ഏത് പ്രോബ്ലംസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫിഗർ. സോ ഇവിടെ ഫാദർ എന്നാണ് എബ്രഹാം ലിങ്കനെ പറയുമ്പോൾ അത് എബ്രഹാം ലിങ്കനോടുള്ള ആ ഒരു ഇഷ്ടം, അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ്, അദ്ദേഹം എങ്ങനെയായിരുന്നു കൺട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്തത് ആസ് എ ഫാദർ, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത്രയാണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ദെൻ നമുക്ക് പിന്നെ വരുന്നത് 7th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 7th ക്വസ്റ്റ്യൻ എന്താ? ഡിസ്കസ് ദ ഐറണി ഓഫ് ദ വേർഡ്സ് ദ വിക്ടർ ഷിപ്സ് കംസ് ഇൻ വിത്ത് ദ ഒബ്ജക്റ്റ് വോൺ. ഇവിടെ ഐറണിയാണ്. ദ വിക്ടർ ഷിപ്സ് കം ഇൻ വിത്ത് ദ ഒബ്ജക്റ്റ് വോൺ എന്ന് പറഞ്ഞാൽ ദ വിക്ടർ ഷിപ്പ് അതാരാണ്? അമേരിക്കയാണ്. ഓൾറെഡി അമേരിക്ക വോൺ ചെയ്തു. സോ വിക്ടർ ഷിപ്പ് റെഫേഴ്സ് ടു അമേരിക്ക. വിത്ത് ഒബ്ജക്റ്റ് വോൺ എന്ന് പറഞ്ഞാൽ ജയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ, ജയിച്ചുകൊണ്ട് എന്നാണ്. ഓക്കെ,
നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ എന്താ? കോട്ട് 2 ലൈൻസ് ഫ്രം ദ ലാസ്റ്റ് സ്റ്റാൻസ എസ്റ്റാബ്ലിഷ് കോൺട്രാസ്റ്റിംഗ് ഇമോഷൻസ്. കോട്ട് ചെയ്യുന്നത് 2 കോൺട്രാസ്റ്റിംഗ് ഇമോഷൻസ് ലാസ്റ്റ് ലൈൻസിൽ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്ന് അമേരിക്ക ജയിച്ചു എന്ന വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു ലൈനും അതേസമയം അബ്രഹാം ലിങ്കൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോർണിംഗ് സാഡ്നെസ്സും നമുക്കതിൽ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, വാട്ട് മെയ്ഡ് സെലിബ്രേഷൻസ് എവൈറ്റഡ് ദ ക്യാപ്റ്റൻ? ക്യാപ്റ്റനെ എവൈറ്റ് ചെയ്ത സെലിബ്രേഷൻസ് ഒരുപാടുണ്ടായിരുന്നു അല്ലേ? അദ്ദേഹത്തെ കാത്ത് ഒരുപാട് പേര് ഷോർട്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബൊക്കെ, അതുപോലെ തന്നെ റീത്തുകളും ഫ്ലവേഴ്സും ബെൽസും ഒക്കെ ആയിട്ട്, കാരണം അത്രയും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. സോ അങ്ങനെ വരവേൽക്കാൻ തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ ആ വാക്കുകൾ അതുപോലെ എഴുതാം കേട്ടോ. വൈ വുഡ് ദ ക്യാപ്റ്റൻ ഡിസേർവ് ദിസ് ആൻഡ് മോർ? ഇതിൽ കൂടുതൽ അർഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത് അർഹിച്ചിരുന്നു ക്യാപ്റ്റൻ എന്ന് പറയാൻ കാരണം എന്താ? ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ ബിലവ്ഡ് ലീഡർ അല്ലേ? സ്വന്തം കൺട്രിക്ക് വേണ്ടി സ്വന്തം ലൈഫ് പോലും സാക്രിഫൈസ് ചെയ്ത ഒരു ലീഡറാണ്. ഹീസ് എ വെരി വെരി കറേജിയസ് മാൻ. പിന്നെ അതേപോലെ തന്നെ ലവബിൾ മാൻ. അമേരിക്ക സിവിൽ വാർ ജയിക്കാൻ മെയിൻ കാരണം അദ്ദേഹമാണ്, ഫാദർലി ഫിഗർ. സോ ക്യാപ്റ്റൻ. സോ അതുകൊണ്ട് തന്നെ ഹി ഡിസേർവ് ദിസ് ഓർ മോർ എന്ന് നമുക്ക് പറയാം. Then 10th question, quote the lines from the poem to prove the following. The sailor could not believe the captain was dead. ക്യാപ്റ്റൻ മരിച്ചു എന്ന് സെയിലറിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലൈനുണ്ട്. അപ്പോൾ അത് എനിക്ക് ഡ്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വപ്നമാണ് എന്നൊക്കെ പറയുന്ന ആ ലൈനാണ്. ദെൻ ദ ഷിപ്പ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗോസ്റ്റ് ഷിപ്പ്. ഗോസ്റ്റ് ഷിപ്പ് എന്ന് പറയുന്നത് ഷിപ്പ് ആങ്കർ ചെയ്തു, പക്ഷേ ക്യാപ്റ്റൻ ഡെഡായി. അപ്പോൾ അതുകൊണ്ടാണ് ഗോസ്റ്റ് ഷിപ്പ് എന്ന് പറയുന്നത്. മെനി ഹാഡ് ടേൺ ടു ദ റിസീവ് ദ വിക്ടോറിയസ് ക്യാപ്റ്റൻ. വിക്ടോറിയസ് ക്യാപ്റ്റനെ വരവേൽക്കാൻ ഒരുപാട് പേര് വന്നു. അപ്പോൾ ആ ലൈൻസുകൾ കോട്ട് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ആൻസർ ചെയ്യുന്ന PDF ഉണ്ടാവും. അപ്പോൾ അതിൽ നോക്കി മനസ്സിലാക്കാം കേട്ടോ. ദെൻ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് വിത്ത് റെഫറൻസ് ടു ദ കോൺടാക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബട്ട് ഓ ഹാർട്ട് ഓ ദ ബ്ലീഡിങ് ഡ്രോപ്സ് ഓഫ് റെഡ്. വാട്ട് ഈസ് സജസ്റ്റഡ് ബൈ ദ റിപ്പീറ്റേഷൻ ഓഫ് ദ വേർഡ് ഹാർട്ട്? ഇവിടെ ഹാർട്ട് എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. സോ ആ റിപ്പീറ്റേഷൻ കൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? റിപ്പീറ്റ് ചെയ്യും തോറും ആ ഹാർട്ട് എത്രത്തോളം എത്രത്തോളം ബിലവ്ഡ് പേഴ്സണായിരുന്നു എബ്രഹാം ലിങ്കൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിലെ ഡെത്തിൽ എത്രത്തോളം സങ്കടമുണ്ട് പോയിറ്റിന് എന്നുള്ള അതാണ് നമുക്ക് വ്യക്തമാവുന്നത്. വിച്ച് ഇൻസിഡൻറ്റ് ഈസ് റെഫേർഡ് ഇൻ ദീസ് ലൈൻസ്? റെഫർ ചെയ്യുന്ന ഇൻസിഡൻറ്റ് എന്താ? അസാസിനേഷൻ ഓഫ് എബ്രഹാം ലിങ്കൻ. ദെൻ ഹൗ ഈസ് ദ പോയിറ്റ് എഫക്റ്റഡ് ബൈ ദിസ്? പോയിറ്റ് എങ്ങനെ എഫക്റ്റ് ആവുന്നത്? പോയിറ്റിന് ഒരുപാട് സങ്കടമാണ് അല്ലേ? സാഡ്നെസ്സും മോർണിംഗ് ഒക്കെയാണ്. വിച്ച് റിട്ടോറിക്കൽ ഡിവൈസ് എസ് ബീൻ യൂസ്ഡ്? ഇവിടെ യൂസ് ചെയ്ത റിട്ടോറിക്കൽ ഡിവൈസ് എന്താ? 3 തവണ ഹാർട്ട് എന്ന് പറയുമ്പോൾ റിപ്പീറ്റേഷനാണ്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ യു ദേ കോൾ ദ സ്വേയിങ് മാസ് ദർ ഈഗർ ഫേസസ് ടേണിങ്. ഹു ഈസ് കോളിംഗ് ഹൂം? ആരെ വിളിക്കുന്നത്? ആളുകൾ കോളിംഗ് മാസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഓഫ് അമേരിക്ക. ആരെ വിളിക്കുന്നത്? എബ്രഹാം ലിങ്കൻ, അവരുടെ നേതാവിനെ. വാട്ട് ഈസ് ബീയിങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് ലൈൻ? ഇവിടെ നമ്മൾ കാണുന്നത് ഓൾറെഡി അമേരിക്ക സിവിൽ വാർ വോൺ ചെയ്തു, അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ആരുടെ ഫേസ് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്? എബ്രഹാം ലിങ്കൻ്റെ. വൈ ആർ ദെയർ ഫേസസ് ഈഗർ? അവരുടെ ഫേസസ് ഈഗർ ആവാൻ കാരണം എന്താ? ദേ വോണ്ട് ടു സീ ദെയർ ലീഡേഴ്സ് ഫേസ്. ലീഡറിൻ്റെ ഫേസ് കാണാനാണ്. വാട്ട് ഡസ് ദിസ് കൺവേ ടു അസ്? ഇപ്പോൾ ഇതെന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എത്രത്തോളം പീപ്പിൾ അബ്രഹാം ലിങ്കനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. ഹൗ മച്ച് ദേ ലവ്ഡ് ദെയർ ലീഡർ, ഹൗ മച്ച് ദേ റെസ്പെക്ട് ദെയർ ലീഡർ, ഓർ വാട്ട് എ റെസ്പെക്ട്ഫുൾ പേഴ്സൺ ഹി വാസ് എന്നുള്ളതൊക്കെയാണ്. ദെൻ But I with mournful thread walk the deck, my captain lies fallen cold and dead. What does the point mean by mournful thread? Mournful thread ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഗ്രീഫ്നെസ് ആണ്. എബ്രഹാം ലിങ്കൻ അസാസിനേഷനിൽ തോന്നുന്ന ഗ്രീഫ്, സോറോ ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഹൗ ഈസ് ദ ഫസ്റ്റ് ലൈൻ കോൺട്രാസ്റ്റ് ടു ദ വൺ ജസ്റ്റ് ബിഫോർ ഇറ്റ്? ഫസ്റ്റ് ലൈൻ സങ്കടമാണ്. But I with mournful thread walk the deck, my captain lies fallen cold and dead. So എന്താ പറഞ്ഞ, മോൺഫുൾ ത്രെഡിലൂടെ ഞാൻ നടന്നു ക്യാപ്റ്റൻ ലൈസ് ചെയ്യുന്ന സ്ഥലത്ത്. പക്ഷെ എന്താ സംഭവിച്ചത്? ക്യാപ്റ്റൻ കോൾഡ് ആൻഡ് ഡെഡ്. ഇവിടെ കോൺട്രാസ്റ്റ് എന്താ? ഓൾറെഡി സിവിൽ വാർ ജയിച്ചു, പക്ഷെ ക്യാപ്റ്റൻ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് ബൈ ഐ വിത്ത് മോൺഫുൾ ത്രെഡ്, ആ ഒരു വിഷമം. വാക്ക് ദ ഡെക്ക് മൈ ക്യാപ്റ്റൻ ലൈറ്റ്സ്, എൻ്റെ ക്യാപ്റ്റൻ കെടുക്കുന്നിടത്തേക്ക്. അപ്പോൾ ക്യാപ്റ്റൻ കെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ അത് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് അലൈവായിട്ടല്ല കെടുക്കുന്നത്, ഓൾറെഡി ഡെഡ്. ഓക്കെ.
വാട്ട് ഡസ് ദ പോയിറ്റ് സാഡ്നെസ് ടെൽ അസ് അബൌട്ട് ലിങ്കൻ? ലിങ്കനെ കുറിച്ച് പോയിറ്റി കാണിക്കുന്ന ഇത്രയും സങ്കടം ലിങ്കനെ കുറിച്ച് നമുക്ക് എന്താ മനസ്സിലാക്കി തരുന്നത്? അത്രയും ബിലൗഡായിട്ടുള്ള റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എബ്രഹാം ലിങ്കൻ. അതുപോലെ തന്നെ പോയിറ്റ് ഒരുപാട് എബ്രഹാം ലിങ്കനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ തിങ്ക് ആൻഡ് റൈറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഡിസ്കസ് വൈ ദിസ് പോയം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്റ്റെൻഡഡ് മെറ്റഫോർ. ശരിയാണ്, ഈ പോയത്തിൽ മൊത്തം എക്സ്റ്റെൻഡഡ് മെറ്റഫേഴ്സാണ്. കാരണം ഇവിടെ പറയുന്ന ഷിപ്പ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഫിയർഫുള്ളായിട്ടുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അമേരിക്കൻ സിവിൽ വാറാണ്. ക്യാപ്റ്റൻ ആരാണ്? എബ്രഹാം ലിങ്കൻ ആണ്. ക്യാപ്റ്റൻ ഡൈഡ് എന്ന് പറയുമ്പോൾ കാണിക്കുന്നത് എന്താ? അസാസിനേഷൻ ഓഫ് എബ്രഹാം ലിങ്കനാണ്. പ്രൈസ് പോൺ എന്ന് പറഞ്ഞാൽ എന്താ? US യൂണിയൻ, അമേരിക്ക ജയിക്കുന്നതാണ്. അങ്ങനെ എക്സ്റ്റെൻഡഡ് മെറ്റഫറാണ് ത്രൂ ഔട്ട് ദ പോയം. നമുക്ക് അങ്ങനെ പറയാം. Show how a sense of joy as well as one of mourning exists simultaneously in the poem. ഈ ഭാഗത്തിൽ ഒരേ സമയം സങ്കടവും സന്തോഷമുണ്ട്. ഒരേ സമയം സന്തോഷം എന്താണ്? അമേരിക്ക സിവിൽ വാർ ജയിച്ചു എന്നുള്ളത് വളരെ ഒരു സന്തോഷമാണ്. അതേസമയം ഇത്രയും നാളും അമേരിക്കനെ ലെഡ് ചെയ്ത ക്യാപ്റ്റൻ, he has already died. So that was a very contrast. So at the same time we can say that it's a very happiest moment for American people that they won the civil war, but at the same time it's a very sorrowful moment for them because their captain is no more. Okay, Abraham Lincoln is no more. He was assassinated. Then why does the poet refer the captain as father? ഇവിടെ നമുക്കറിയാം father is always a person who protect their family from all the dangers and he is such an എന്താ പറയുക നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുന്നൊരു ഫിഗറാണ് ഫാദർ എന്ന് പറയുന്നത് in all houses. So like that it is Abraham Lincoln who saved America from all the problems and he was stood first in American Civil War. നമുക്ക് പ്രൈസ് വോൺ ചെയ്ത് കൊടുത്തു. അത്രയും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ലവബിൾ പേഴ്സൺ ആണ്. ദാറ്റ് ഈസ് വൈ പോയറ്റ് റെഫേർഡ് എബ്രഹാം ലിങ്കൻ ആസ് ഫാദർലി ഫിഗർ. അപ്പോൾ അമേരിക്കൻ സിവിൽ വാറിൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടു അമേരിക്ക സിവിൽ വാർ ജയിക്കാനുള്ള കാരണം മെയിനായിട്ട് ആര് തന്നെയാണ്? എബ്രഹാം ലിങ്കനാണ്. സോ ഫാദർ എന്ന ഫിഗർ വളരെ ആപ്റ്റാണ്. ദെൻ കമൻറ്റ് ആൻഡ് ദ മൂഡ് ആൻഡ് ടോൺ ഓഫ് ദ പോം. പോയത്തിൻ്റെ മൂഡും ടോണും നോക്കുമ്പോൾ ഒരു സാഡ് മൂഡും അല്ലേ, ഒരു സാഡ് മൂഡ് ടോണൊക്കെയാണ്. പക്ഷെ അതേസമയം രണ്ടും കൂടെ മിക്സാണ് അല്ലേ. ജയിച്ചതിലുള്ള സന്തോഷമുണ്ട്, പക്ഷെ അദ്ദേഹം മരിച്ചതിലുള്ള വിഷമം മൂഡ് അതുകൊണ്ട് തന്നെ ഒരു സങ്കടം നിറഞ്ഞതാണ്. ടോൺ എന്ന് പറയുമ്പോൾ കുറച്ച് സീരിയസ് ആണ്. ഒരു കോമിക്കായിട്ടുള്ള ടോണൊന്നുമല്ല, സീരിയസ് ആയിട്ടുള്ള ടോണാണ്. ഇത്രയും ക്വസ്റ്റ്യൻസാണ്. ഞാൻ ഇതിൻ്റെ ആൻസേഴ്സ് PDF ആയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ആ PDF കൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു.